നമസ്കാരം. ബ്രസീലിന്റെ റൗണ്ട് ഓഫ് 32 മത്സരം കണ്ടിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കും അല്ലെ. 2-1 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ചിരിക്കുകയാണ് ജപ്പാനെതിരെ. ലാസ്റ്റ് മിനിറ്റിൽ ഒരു വിന്നർ നേടിയിട്ട് വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഹൈ ഇന്റൻസിറ്റിയോടുകൂടിയാണ് ഈ ഗെയിം തുടക്കമാവുന്നത്. ജപ്പാൻ മൊമെന്റ്സ് നോക്കിയിട്ട് ഹൈ ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രസീൽ ആകട്ടെ പ്രഷർ അട്രാക്ട് ചെയ്യാനായിട്ട് മോർ ദാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഒരു ബ്ലോക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ സ്പേസസ് കണ്ടെത്തിയിട്ട് ജപ്പാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ബ്രസീൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഫൈനൽ തേർഡിലേക്ക് പോകുമ്പോഴാകട്ടെ ഒരു 3-5 എന്നുള്ള ഷേപ്പിലേക്ക് ബ്രസീൽ പോകുന്നു ജപ്പാനെതിരെ. ഈ 3-5 എന്നുള്ള ഷേപ്പിലേക്ക് പോകുമ്പോഴേ ഒരു ബേസിൽ ഒരു ബോക്സ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രസീലിന് എപ്പോഴും സാധിച്ചിരുന്നു. അതിൽ ആ ഒരു പെക്കറ്റയുടെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വേണ്ടി വരുമ്പോൾ താഴേക്ക് ഇറങ്ങി ആ ഒരു ബേസിനെ സപ്പോർട്ട് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഫെർദർ അപ്പ് ടോപ്പ് പോയിട്ട് ആ ഒരു ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പെക്കറ്റയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഈ 3-5 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. കാരണം വിട്ട് കൊടുത്തിരുന്നത് വിനീഷ്യസിന് പകരം ഫസ്റ്റ് ഹാഫിൽ ഫുൾ ബാക്ക് ആയിരുന്നു. ഞാനിത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ള ആലോചിച്ചപ്പോഴാണ് ബ്രസീൽ നിരന്തരം ഒരേ ഒരു പാറ്റേൺ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഗെയിമിന്റെ തുടക്കത്തിൽ ലൈൻ കുറച്ചുകൂടെ ഹൈ ആയിട്ട് കീപ്പ് ചെയ്തിരുന്ന ജപ്പാനെതിരെ ഇൻ ബിഹൈൻഡ് ബോളുകൾ കൊടുത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ബ്രസീൽ ഉദ്ദേശിച്ചിരുന്നത്. ഇത് 1-2 വട്ടം ക്ലോസ് ആയിട്ടുള്ള കോൾസ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലും ഒരുപാട് പ്രഡിക്റ്റബിൾ ആവാൻ തുടങ്ങി ബ്രസീൽ ഈ ഒരു പാറ്റേണിൽ. അതുമാത്രമല്ല ഗെയിം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജപ്പാന്റെ ബ്ലോക്ക് ലോവറായി വന്നുകൊണ്ടിരുന്നു. ഇതിനു വേണ്ടിയിട്ട് വിനീഷ്യസിന്റെ പൊസിഷനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഹാഫ് സ്പേസ് ചാനൽസ് ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈമറി റോൾ. അല്ല എന്നുണ്ടെങ്കിലും സെൻട്രൽ ആയിട്ടുള്ള ചാനൽസിലേക്കും അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. റണ്ണുകൾ ഇൻ ഡെപ്തിൽ നടത്തുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്ന പാറ്റേൺ. ഇതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും വിനീഷ്യസിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്യപ്പെടുന്ന പോലെ തോന്നി. മറ്റു ചാനൽസ് ഓപ്പൺ ആവുമ്പോഴും അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഉള്ളപ്പോഴൊക്കെ വിനീഷ്യസിലേക്ക് ഫോഴ്സ്ഡ് ആയിട്ട് അവിടെ അണ്ടർലോഡ്സ് വരുമ്പോൾ പോലും ഏരിയൽ ബോൾസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ബ്രസീൽ. ഈ വിനിക്ക് പകരം മറ്റു പ്ലേയേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള സ്പേസസ് വന്നിരുന്നത് ജപ്പാന്റെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിനെ പൊളിക്കുമ്പോഴായിരുന്നു. ഈ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് 5-4-1 അല്ലെങ്കിൽ 5-3-2 എന്നുള്ള ഷേപ്പിൽ ഇരിക്കുമ്പോൾ പ്രൈമറിലി അവർ മോസ്റ്റ് ആയിട്ട് 5-4-1 ജപ്പാൻ ഇരുന്നിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഓപ്പോസിഷന്റെ ഷേപ്പ് അനുസരിച്ചും മിഡ്ഫീൽഡേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നതിനനുസരിച്ചും ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഏത് ടീമുകളും 5-3-2 5-4-1 എന്നുള്ള ഷേപ്പിലിരിക്കുന്ന ടീമുകൾക്കൊക്കെ മൊമെന്റ്സ് ഓഫ് ഗെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ കോർ പ്രിൻസിപ്പിളായിട്ട് അവർ ബാക്ക് ഫൈനെ കീപ്പ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും ശ്രമിക്കും. അപ്പോൾ ജപ്പാൻ ഈ പറയുന്ന 5-4-1 ഇരിക്കുമ്പോൾ വൈഡർ സോണിലേക്ക് പ്രോപ്പറായിട്ട് സ്വിച്ചസ് നടത്താൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ വളരെയധികം അഗ്രസീവ് ആയിരുന്നു. ഈ ഒരു അഗ്രസീവ്നെസ്സിനെ ബീറ്റ് ചെയ്യാനായി കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ജപ്പാന്റെ മിഡ്ഫീൽഡേഴ്സ് ഒരുപാടധികം സ്പേസസ് ലീവ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ബ്രസീലിന് ഫസ്റ്റ് ഹാഫിൽ സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. ഈ വിനിയുടെ ഫ്ലാങ്കിൽ ഫുൾ ബാക്ക് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ വളരെയധികം കൺജസ്റ്റഡ് ആവുന്നുണ്ടായിരുന്നു. കാരണം വിനീഷ്യസ് എപ്പോഴും റിസീവ് ചെയ്തിരുന്നത് ഹാഫ് സ്പേസസിലായതിനാൽ ബാക്ക് ടു ഗോൾ ആയിരുന്നു റിസീവ് ചെയ്യേണ്ടിരുന്നു വന്നത്. അതോടൊപ്പം തന്നെ ബ്രസീലിന്റെ ഫുൾ ബാക്ക് ആയിട്ടുള്ള സാന്റോസിന് ഇൻഡെപ്തിൽ അറ്റാക്കുകൾ നടത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഓവർലാപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് അവിടെ കാണപ്പെട്ടു. ഇതോടൊപ്പം ജപ്പാൻ ആ ഒരു സ്പേസിലേക്ക് ഡിഫെൻഡ് ചെയ്തിട്ട് ബോൾ റിസീവ് ചെയ്യാൻ ഹാപ്പി ആയിരുന്നു. അവരുടെ ബ്ലോക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന യാതൊരുവിധ ത്രെറ്റും ആ ഒരു ഭാഗത്തുണ്ടായിരുന്നില്ല. ഇത് ആ ഒരു 5-4-1 സ്ട്രക്ചറിന്റെ ഗുണവും കൂടിയായിരുന്നു. കാരണം സ്വിച്ചസ് തടയാനായിട്ട് ആ ഒരു സോണിലേക്ക് ബോൾ ഇൻവൈറ്റ് ചെയ്യുകയും ക്ലോസ് ഡൗൺ ചെയ്യുകയും അവിടെ നിന്നിട്ട് ഈ പറയുന്ന ടേൺ ഓവേഴ്സ് എടുക്കാനായിട്ട് ജപ്പാന് സാധിച്ചിരുന്നു. കാരണം ആ ഒരു 5-4-1 ഇരിക്കുമ്പോൾ ആ ഒരു 4 പ്ലേയേഴ്സിന്റെ ബ്ലോക്കിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന വിനീഷ്യസ് വരിക. അവിടെ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഹാഫ് ടേൺസിൽ എക്സൽ ചെയ്യുന്ന പ്ലേയേഴ്സ് ആവണം. അല്ലെങ്കിൽ ഫുൾ ബാക്സോ മിഡ്ഫീൽഡേഴ്സോ ഇൻ ഡെപ്ത് ഡയഗണൽ റൺസ് ബിഹൈൻഡ് കൊടുക്കണം. അപ്പോഴാണ് ഈ പറയുന്ന ബ്ലോക്കിനെ നമുക്ക് നീക്കാനോ അല്ലെങ്കിൽ പൊളിക്കാനായിട്ടോ സാധിക്കുള്ളൂ. പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് ബ്രസീലിന് ഇന്നലെ ആദ്യ പകുതിയിൽ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജപ്പാന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ അത് എളുപ്പമായിരുന്നു പറയാൻ കാരണമാക്കിയത്. ഇനി ജപ്പാനിലേക്ക് വരുമ്പോൾ ജപ്പാൻ ബിൽഡ് ചെയ്തിരുന്നത് കാണാൻ അബ്സല്യൂട്ട്ലി അമേസിംഗ് ആയിരുന്നു. കാരണം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ത്രീയിലേക്ക് അവർ പോകുന്നു. ഒരു 3v2 സിറ്റുവേഷൻ ആ ഒരു ഫ്രണ്ട് ലൈൻ ഓഫ് പ്രസ് ബ്രസീലിനെതിരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാന്റെ ഗോൾ കീപ്പർ ബിൽഡപ്പിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന ആംഗിൾസ് ബ്രസീൽ പ്രസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോഴും ഫെർദർ അപ്പുള്ള പ്ലേയേഴ്സിൽ നിന്നിട്ട് ബൗൺസ് ചെയ്തിട്ട് മിഡ്ഫീൽഡേഴ്സിനെ കണ്ടെത്തിയിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ജപ്പാന് സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സെൻറ്റർ ഓഫ് ദ പിച്ചിൽ ഒരു നമ്പർ 6 എങ്ങനെയാണോ സിറ്റ് ബാക്ക് ചെയ്യേണ്ടത് ആ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് സെൻറ്റർ ബാക്സിൻ്റെ മുന്നിൽ കസിമീറോ ഇരിക്കുന്നതാണ് ബ്രസീലിൻ്റെ സ്ട്രെങ്ത് ഡിഫെൻസീവ്ലി. കാരണം കസിമീറോ സംബന്ധിച്ചിട്ട് അഗ്രസീവായിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ പ്രൊഫൈൽ ഇപ്പോൾ അല്ല. ഇപ്പോൾ ആ ജപ്പാൻ സ്കോർ ചെയ്തിട്ടുള്ള ആ ഗോളിന് തൊട്ട് മുന്നേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടായിരുന്നു. കസിമീറോ എങ്ങനെയാണ് ഏത് സോണിലിരുന്നിട്ടാണ് ബോളുകൾ വിൻ ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു ബോൾ വിൻ ചെയ്തിട്ട് ബ്രസീൽ ട്രാൻസിഷനിലേക്ക് പോകുമ്പോഴാണ് തിരിച്ച് വീണ്ടും ബോൾ ലൂസ് ചെയ്യുന്നത്. പക്ഷെ ബോൾ ലൂസ് ചെയ്യുമ്പോഴുള്ള കസിമീറോയുടെ പൊസിഷൻ നോക്കിയേ. അദ്ദേഹമാണ് ആ ട്രാൻസിഷൻ അവിടെ തുടക്കം വെക്കുന്നത്. തുടക്കം വെച്ചിട്ട് കസിമീറോ ഫെർദർ അപ്പ് ദ പിച്ച് പുഷ് ചെയ്തിട്ട് അവിടെ കോട്ടപ്പ് ആവുന്നു. പിന്നെ റിക്കവർ ചെയ്യാനായിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് കസിമീറോയ്ക്ക് പറ്റുന്നില്ല.
അങ്ങനെയാണ് ജപ്പാൻ അവരുടെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. ആ ട്രാൻസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ലോങ് റേഞ്ചിൽ നിന്നിട്ട് കിട്ടില്ലാനായിട്ടൊരു ഷോട്ട് എടുത്തിട്ട്. കസമീറോയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. റയാൻ ആ ബോൾ സെക്യൂർ ആയിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗബ്രിയലിന് ആ ഒരു പൊസിഷനിങ് റൈറ്റ് ആക്കായിരുന്നു, കുറച്ചുകൂടെ ഫെർദർ ആയിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ബ്ലോക്ക് കുറച്ചുകൂടെ ക്ലോസ് ആക്കായിരുന്നു. ഈവൻ ബ്ലോക്കിന്റെ പൊസിഷനിങ്ങിൽ പോലും ഇംപ്രൂവ്മെന്റ് വരുത്തിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കാണിച്ചു കൊടുത്തിട്ട് ഈ പറയുന്ന ആലിസിന് കുറച്ചുകൂടി ചാൻസ് പിടിച്ചു കൊടുക്കാനായിട്ട് ബ്രസീലിന് സാധിച്ചനെ. എന്നിരുന്നാലും ആദ്യത്തെ ഗോൾ ജപ്പാൻ നേടിയതോടുകൂടി ജപ്പാൻ ഒരുപാട് പിന്നിലേക്ക് വലിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്രസീലിന്റെ ഭാഗത്തുനിന്നും അവർ ലെവലപ്പ് ചെയ്തിട്ടോ ഗെയിം. ഒരിക്കലും ജപ്പാൻ വലിഞ്ഞതുകൊണ്ട് ബ്രസീൽ വന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രസീൽ അവരുടെ ഗെയിം സ്റ്റെപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ജപ്പാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്ന കാഴ്ച കണ്ടു. അവരുടേതായ ബ്ലോക്കിൽ തന്നെ ഇരുന്നിട്ട് ആ ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. കൗണ്ടർ അറ്റാക്സ് പോലും ഒരുപാട് ഐസൊലേറ്റഡ് ആയി പോകുന്നു, ഒരുപാട് ടൈം എടുക്കുന്നു കൗണ്ടർ അറ്റാക്സ് പ്രോഗ്രസ് ചെയ്യാൻ. കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യാനായിട്ട് ബ്രസീൽ ആബ്സല്യൂട്ട്ലി അമേസിംഗ് ആയിട്ട് നല്ല പെരുമാറുന്നു. ഈവൻ ജപ്പാൻ്റെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ബോക്സിനുള്ളിലുള്ള കോൺസെൻട്രേഷൻ നോക്കിയേ, അത്രയും അധികം ബോൾസ്, ഏരിയൽ ബോൾസും അല്ലെങ്കിൽ ത്രൂ ബോൾസും എല്ലാം ഡിഫെൻഡ് ചെയ്തതിൻ്റെ ഒരു തെളിവായിട്ടാണ്, അത്രയും ലോ ആയിട്ടിരുന്ന് ഡിഫെൻഡ് ചെയ്തതിൻ്റെ തെളിവായിട്ടാണ് ആ ഒരു ഹീറ്റ് മാപ്പിൽ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കാണാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളിൽ ആരെങ്കിലും കാർലോ ആൻസലോട്ടിനെ സംശയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആൻസലോട്ടിക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറിലുള്ള പ്ലെയർ പ്രൊഫൈൽസിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു. ഇത്ര നേരം ഹാഫ് സ്പേസസും ഇൻസൈഡ് ചാനൽസും ഒക്യുപ്പൈ ചെയ്തിരുന്ന വിനീഷ്യസിനോട് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ടും വിനീഷ്യസ് ഉള്ളിലേക്ക് റണ്ണുകൾ എടുക്കുന്നുണ്ടായിരുന്നു, ക്യാരി ഫോർവേഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രൈമറി ആയിട്ട് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ബ്രസീലിന് കൂടുതൽ ഡെപ്തിൽ നിന്നുള്ള അറ്റാക്കുകൾ ചെയ്യാൻ സാധിക്കുന്നു. ഇൻസൈഡിലേക്കുള്ള ഡ്രിബിൾസും ഔട്ട്സൈഡിലേക്കുള്ള ഡ്രിബിൾസും വിനീഷ്യസിന് എടുക്കാൻ പറ്റുന്നു. റൗണ്ട് ദ ബ്ലോക്ക് പോയിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രസീൽ തുടങ്ങുന്നു. അതുമാത്രമല്ല, ഈ പറയുന്ന രണ്ട് പ്ലേയേഴ്സിന് വിനീഷ്യസ് ഫെർദർ ഔട്ട് വൈഡർ ചാനലിലേക്ക് ഡ്രോ ഔട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ റയാന് കുറച്ചുകൂടെ ഡയറക്റ്റ് ആവാനുള്ള ചാൻസ് കിട്ടുന്നു. ഇതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ജപ്പാൻ ഒരുപാട് ലോ ആയിട്ടാണ് ഇരുന്നിരുന്നത് എന്നുള്ളത്. ഇതിനാൽ തന്നെ ഈ പറയുന്ന ക്രോസിംഗ് സോൺസുകളിൽ നിന്നിട്ട്, ഹാഫ് സ്പേസസിലുള്ള ക്രോസിംഗ് സോൺസിൽ നിന്നിട്ട് ക്രോസസ് കൊടുക്കാനായിട്ട് ബ്രസീലിന് സാധിക്കുന്നു. ഇത്രയും ഡീപ്പായിട്ടിരിക്കുന്ന ജപ്പാൻ കൗണ്ടറിൽ ഒരു ത്രെറ്റ് ആവാൻ സാധ്യത കുറവാണെന്നനുസരിച്ചിട്ട് ഇൻ പൊസിഷനിൽ കോമ്പാക്റ്റ് ആവാൻ ബ്രസീലിന് സാധിക്കുന്നു. അതായത് വിഡ്ത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, ലെങ്ത്തിന്റെ കാര്യത്തിൽ സെന്റർ ബാക്സും ഫെർദർ അപ്പ് പുഷ് ചെയ്തിട്ട് ജപ്പാനെ സഫക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഒരുമിക്കുന്ന പോലെ വിനീഷ്യസ് വൈഡിൽ നിന്നിട്ട് തുടങ്ങുന്ന ഒരു മൂവിൽ നിന്നിട്ടാണ് ബ്രസീലിൻ്റെ ആദ്യത്തെ ഗോൾ സംഭവിക്കുന്നത്. ഇവിടെ ജപ്പാൻ കൂടുതൽ ഡീപ്പായിരിക്കുന്നതുകൊണ്ട് ആ ഒരു ക്രോസിനെ ക്ലോസ് ഡൗൺ ആയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഈ പറയുന്ന ഓവർലോഡ്സ് ബ്രസീലിന് ബോക്സിലേക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള കസമീറോ ബോക്സിലേക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫാർ പോസ്റ്റിൽ നിന്നിട്ടൊരു ബ്രില്യൻ ഹെഡർ ക്രസമീറ കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യണം. ഇതോടൊപ്പം ഈ പറയുന്ന ഫുൾ ബാക്സ് അണ്ടർലാപ്സും ഓവർലാപ്സും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രക്ചറിൽ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സെപ്പറേഷൻസ് ഇൻ ബിഹൈൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രസീലിന് സാധിച്ചു. പിന്നീടാണ് മാച്ച് വിന്നർ ആയിട്ടുള്ള മാർട്ടിനെല്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങി വരുന്നത്. മാർട്ടിനെല്ലി വരുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഫിറ്റ് ഇൻ ചെയ്യാന്നുള്ളത്. കാരണം ഒരു ട്രാൻസിഷണൽ സ്റ്റേറ്റിലല്ല ഗെയിം ഇപ്പോൾ ഉള്ളത്. ബ്രസീലിന് പൂർണ്ണ കൺട്രോൾ ഉണ്ട്, പൊസിഷൻസ് ഉണ്ട്. സോ എങ്ങനെയായിരിക്കും മാർട്ടിനെല്ലി പ്ലേസ് ചെയ്യപ്പെടാന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഈ പറയുന്ന പോലെ കുഞ്ഞിനെ വലിച്ചിട്ട് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് മാർട്ടിനെല്ലി വരുന്നു. ഇൻ കേസ് എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന റയാനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാർട്ടിനെല്ലി ഒരുപക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയനെ. എന്നിട്ട് നെയ്മർക്ക് ഒരു നമ്പർ 10 റോളിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് എക്സ്ട്രാ ടൈമിലേക്ക് വരുമെന്നുള്ളതായിരുന്നു എൻ്റെ കണക്കൂട്ടൽ. പക്ഷേ ഗെയിം എക്സ്ട്രാ ടൈമിലേക്ക് പോയില്ല. അതിന് മുന്നേ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള മാർട്ടിനെല്ലി ഗോൾ സ്കോർ ചെയ്യാണ്. അതിന് മുന്നേ ഈ പറയുന്ന പോലെ എൻട്രിക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ മാർട്ടിനെല്ലി സെൻട്രൽ സോൺസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫെർദർ അപ്പ് ദ പിച്ച് ലാസ്റ്റ് മാനായിട്ട് മാർട്ടിനെല്ലിക്ക് പൊസിഷൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വിന്നറിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രിക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നു. അവിടെ റിക്കവർ ചെയ്യാൻ പോകുന്ന എൻട്രിക്കിന് പകരം സെൻട്രൽ ആയിട്ടുള്ള സോണിൽ മാർട്ടിനെല്ലി പൊസിഷൻ എടുക്കുകയാണ്. ബ്രൂണോ ഗിമറാസ് ഒക്കെ പൊസിഷനിലൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട് അവിടെ. അങ്ങനെ അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു പാസിലൂടെയാണ് മാർട്ടിനെല്ലി ഗെയിം ബ്രസീലിന് വേണ്ടി സീൽ ചെയ്യുന്നത്. വളരെയധികം എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു അത്. ഇതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഫുട്ബോളിന് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്ന കാര്യം. എന്തായാലും എല്ലാ ഗെയിമിലേക്കും ഇത്ര ലേറ്റ് ആക്കാനായിട്ട് ബ്രസീലിന് ആഗ്രഹം ഉണ്ടാവില്ല. സോ വരുന്ന ഗെയിമുകളിൽ നേരത്തെ തന്നെ വിജയം സീൽ ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇതായിരുന്നു മാച്ചിൻ്റെ വിശേഷങ്ങൾ, അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മാച്ചിൽ നിങ്ങൾ നെയ്മറിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ.